നീറ്റ് 2024 നമുക്ക് ഇനി 100 ദിവസങ്ങളുടെ അടുത്താണ് ബാക്കിയുള്ളത്. എല്ലാവരുടെയും ഉള്ളിൽ ഈ വാക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ പേടിയാവുന്നുണ്ടെന്ന് പറയും. ചിലപ്പോൾ ഒരു ഇടുത്തി വീണ ഒരു ഫീലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് എല്ലാവരും പറയണത് ഇനി കുറഞ്ഞ സമയമല്ലേ സാർ ബാക്കിയുള്ളൂ, നമുക്ക് ഇനി കിട്ടുമോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ആക്ച്വലി ഞാൻ പറയട്ടെ മക്കളെ, ഈ കുറഞ്ഞ സമയം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ സാധനമല്ലേ, ഇത് തന്നെ കുറേ സമയമുണ്ട് എന്നുള്ളതാണ്. ഞാൻ വെറുതെ പറയല്ല, നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് മടുപ്പ് തോന്നാനുള്ള സാധ്യതകൾ ജസ്റ്റ് വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. എത്ര വട്ടം നിങ്ങൾക്ക് മടുക്കാൻ സാധ്യതയുണ്ട് ഇനിയുള്ള 100 ദിവസത്തിൽ. ഞാൻ പറയാണ്, ഒരു 10 പ്രാവശ്യമൊക്കെ ഏറ്റവും കുറഞ്ഞത്, ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുന്ന, ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട്, അങ്ങനെ എത്ര എൻതൂസിയാസ്റ്റിക് ആയിട്ട് പഠിക്കുന്ന ആൾക്ക് പോലും ഒരു 10 പ്രാവശ്യമെങ്കിലും മതിയായി ഈ സാധനം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു, ഒന്ന് എക്സാം ആയി നീറ്റ് ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ എന്ത് എളുപ്പം ഉണ്ടായിരുന്നു എന്നുള്ള രൂപത്തിൽ തോന്നാനുള്ള സാധ്യതകൾ എന്തായാലും ഉണ്ട്, ഒരു 10 പ്രാവശ്യമെങ്കിലും. ഇനി ബാക്കി ആൾക്കാർക്ക്, ഇപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാർക്കാണെങ്കിൽ യു മേ ഫീൽ ലൈക്ക് എവറി ഡേ എന്നുള്ള രൂപത്തിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ മടുത്തു എന്ന് തോന്നാനുള്ള സാധ്യതകളുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ മടുത്തു എന്നുള്ള ഫീൽ തോന്നുകയാണെങ്കിൽ യു വിൽ ഫീൽ ലൈക്ക് നിങ്ങൾ ഇത്രയും കാലം പഠിച്ച 6-7 മാസത്തിൻ്റെ ഇരട്ടി കൂടുതൽ സമയം ബാക്കിയുള്ള പോലെയാണ് തോന്നുക ഇനിയുള്ള 100 ഡേയ്സിലേക്ക്. സോ ബേസിക്കലി ബിലീവ് മീ, ട്രസ്റ്റ് മീ, വി ഹാവ് എനഫ് ടൈം. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളതല്ലേ, ഉറപ്പായിട്ടും 100% ഇനി പഠിച്ചാൽ കിട്ടും. പക്ഷേ അതിന് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ വി ആർ നോട്ട് സ്റ്റാർട്ടിങ് ഫ്രം സീറോ. മെജോറിറ്റി ആൾക്കാർ എന്നെ കാണുന്ന റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പകുതി വഴിയിലേക്ക് നിന്ന് പോയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല പല കഥകളുള്ള ആൾക്കാരാണ്. ഒരുപാട് ഡിഫറെൻറ്റ് കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി വി നോ സംതിങ്, അറ്റ്ലീസ്റ്റ് നമ്മൾ +2 വരെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ വി നോ സംതിങ്, നമ്മൾ ആ ഒരു അറിയുന്നതിൻ്റെ ബേസിൽ വി വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം സീറോ എന്ന് തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. എന്നാൽ പോലും വി വിൽ ബി ഹാവിങ് ഗെറ്റിംഗ് എനഫ് ടൈം എന്നുള്ള കാര്യമാണ്. സോ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഐ എം ജസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പഠിച്ചു തുടങ്ങിക്കോ, ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ്. ആൻഡ് അതിനുള്ള ആകെപ്പാടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണോ? പറഞ്ഞാൽ മതി. നമ്മുടെയൊക്കെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു പേരൻറ്റ്, അതായത് ഡോക്ടറുടെ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ അച്ഛൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ആ കുട്ടി ഇപ്പോൾ ഫസ്റ്റ് ഇയർ MBBS കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്കറിയാമല്ലോ സെക്കൻഡ് ഇയറിൻ്റെ പ്രത്യേകത എന്താണെന്ന്. സെക്കൻഡ് ഇയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് രോഗികളുടെ അടുത്തേക്ക് ബെഡ് സൈഡിൽ ക്ലിനിക്കിൽ പോകുന്ന സമയമാണ് ആദ്യമായിട്ട്. അപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്, അവിടെ ഈ സെക്കൻഡ് ഇയറിലേക്ക് കയറുന്ന സമയത്ത് ഇവർക്ക് സ്റ്റെതസ്കോപ്പ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ബേസിക്കലി അവരുടെ സ്വന്തം സ്റ്റെതസ്കോപ്പ് അവർക്ക് കൊടുക്കുന്ന, അവിടുത്തെ പ്രൊഫസർ വന്നിട്ട് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് സ്റ്റെതസ്കോപ്പ് കിട്ടുന്നതിൻ്റെ ഒരു വീഡിയോ ആ അച്ഛൻ എനിക്ക് അയച്ചു തരിക. രാത്രി ഒരു 10:45 സമയത്താണ് അച്ഛൻ എനിക്ക് മെസ്സേജ് റിസീവ് ആവുന്നത്. ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു തന്നു, വേറെ ഒന്നുമില്ല, അതിൻ്റെ അടിയിൽ ഒരു വാക്ക് പോലും ഇല്ല. ഞാനത് കണ്ട സമയത്ത് ഈ കുട്ടിക്ക് ഇതിൻ്റെ സ്റ്റെതസ്കോപ്പ് വാങ്ങുന്ന ഒരു സാധനം, ജസ്റ്റ് ഇമാജിൻ ലൈക്ക് ആ അച്ഛൻ്റെ സന്തോഷം എന്തായിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ, 2 കൊല്ലം മുന്നേ ഞാൻ അവനെ പഠിപ്പിച്ചത്, 2 കൊല്ലം മുന്നേ അവൻ ടോപ്പയിലുണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ പേരോർത്ത്, അല്ലെങ്കിൽ എല്ലാവർക്കും, അവർ എനിക്ക് മാത്രമൊന്നും അയച്ചിട്ടുണ്ടാവില്ല, അവരുടെ നാട്ടിലുള്ള ബന്ധുക്കൾ, നാട്ടിലുള്ള ആൾക്കാർ, അവരുടെ കൊളീഗ്സ്, അവരുടെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ സാധനം ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ. അന്ന് രാത്രി ആ അച്ഛൻ ഉറങ്ങുന്നത് ആ മകനെ പറ്റി ഓർത്തിട്ട് എത്ര സന്തോഷത്തിലാണെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ആൻഡ് വാട്ട് ഹീസ് ഡൂയിങ്, ഹീസ് ഗോയിങ് ടു ദ പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോവാണ്, സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒരു ഡോക്ടറായിട്ട്, ലൈഫ് ഒരു മിനി ഡോക്ടറായിട്ട് ഹീ സ്റ്റാർട്ടിങ് ദെയർ ലൈഫ്. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന സാധനം അതല്ലേ, ഉറപ്പായിട്ടും. അതിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ ഇനി 100 ദിവസം ഉണ്ട്. ഈ 100 ദിവസം വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് സ്ട്രാറ്റജീസ്, പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യാറുള്ള സാധാരണ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഫിസിക്സ് ആദ്യം പഠിക്കാം, കെമിസ്ട്രി പിന്നെ പഠിക്കാം, പിന്നെ ബയോളജി പഠിക്കാം, അല്ലെങ്കിൽ ആദ്യം ബയോളജി പഠിക്കാം, പിന്നെ ഫിസിക്സ് പഠിക്കാം, പിന്നെ കെമിസ്ട്രി പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റ് എന്നുള്ള രൂപത്തിലൊരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി മിസ്റ്റേക്ക്. അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. യു ഹാവ് ടു മിക്സ് അപ്പ് ആൻഡ് ഗോ. നമുക്ക് ബേസിക്കലി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന ടോപ്പിക്സിനെ ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് നല്ലത് തിയറി ടോപ്പിക്കുകളിൽ നിന്നും പ്രാക്ടിക്കൽ ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ടോപ്പിക്കുകളിൽ നിന്നും ഡിവൈഡ് ചെയ്യുന്നതാണ്. തിയറി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബയോളജി, ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്സിൻ്റെ തന്നെയൊക്കെ ബേസിക് തിയറികൾ, കെമിസ്ട്രീൻ്റെ ബാക്കി തിയറികൾ, അങ്ങനെ തിയറി പോർഷൻസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഫിസിക്സ്, ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ എവറി ഡേ യു ഹാവ് ടു ഡു സം തിയറി ആൻഡ് യു ഹാവ് ടു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. എത്ര സമയം തിയറി ചെയ്യണം? ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് 2 hours 3 hours ഒക്കെ തിയറി ചെയ്യാം.
അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി സമയം, ഇപ്പോൾ 3 hour അല്ലെങ്കിൽ 4 hour വരെ മാക്സിമം തിയറി ചെയ്യുകയാണെങ്കിൽ ഇരട്ടി സമയം, ഒരു 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എവറി ഡേ യു ഹാവ് ടു ഡു ദിസ് തിങ്, എവറി ഡേ. അത് നേരെ മുന്നിലുള്ള എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ്. സോ 1 by 1 സബ്ജക്ട് വൈസ് പോവാതെ മിക്സപ്പ് ആൻഡ് ഗോ എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അത് എല്ലാ ദിവസവും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നല്ലത്. യു ഹാവ് ടു ഗീവ് ഇറ്റ് ടൈം, അങ്ങനെ ടൈമായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഐ വിൽ റെക്കമെൻഡ് ദാറ്റ് തിങ്. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. നിങ്ങൾ ക്ലാസ്സുകൾ മുഴുവൻ സാധനങ്ങൾ എടുത്തില്ലെങ്കിലും യു ക്യാൻ ടേക്ക് ആൻ എക്സാം സീരീസ്, അല്ലെങ്കിൽ ഡോപ്പയിൽ എക്സാം സീരീസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ടേക്ക് ഡോപ്പ ക്യാപ്സ്യൂളിനകത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് അവിടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് പാർട്ടായിട്ട് തരുന്നുണ്ട്. നമ്മൾ ഏറ്റവും സയന്റിഫിക് ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യാനുള്ള സാധനങ്ങളായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവും. എൻ്റെ സജഷൻ മാത്രമാണ് കേട്ടോ, ഇറ്റ് ഇസ് നോട്ട് എ പ്രൊമോഷൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പേഴ്സണലി ഏറ്റവും ബെറ്റർ അഡ്വാൻറ്റേജും പറയാനുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലൈക്ക് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് മിക്സപ്പ് ആൻഡ് ഗോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്ത് പോകുക എന്നുള്ളൊരു കാര്യമുണ്ട്. ആൻഡ് റിഗാർഡിങ് പെൻഡിങ് ടോപ്പിക് നമുക്ക് തീർക്കാനേ വഴിയുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ 1-2 വീഡിയോസ് പെൻഡിങ് ടോപ്പിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പെൻഡിങ് ടോപ്പിക്ക് നമുക്ക് തീർക്കാം. നമ്മൾ എക്സാം സീരീസിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ഒരു 15-20 ചാപ്റ്ററൊക്കെ പെൻഡിങ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത് കൂടുതൽ പെൻഡിങ് ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഐ വിൽ ബി സജസ്റ്റിംഗ് യു ഡോപ്പ ക്യാപ്സ്യൂൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ചാപ്റ്റർ തീർത്ത് പോകാം എന്നുള്ള രൂപത്തിലാണ്. ആൻഡ് ഇഫ് നോട്ട് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ കൂടി യു കനോട്ട് ഗോ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടുതലുള്ള വീഡിയോസ് ആ ചാപ്റ്ററിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണാൻ നിൽക്കരുത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഏറ്റവും ചെറിയ വീഡിയോസ് കണ്ടിട്ട് ആ ചാപ്റ്റർ സെറ്റ് ആക്കിയിട്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ തിയറി വായിക്കലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യലും എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് കാര്യങ്ങൾ. ഇനി ബാക്കി 100 ഡേയ്സിൽ ചെയ്യേണ്ട കുറേ അധികം ടിപ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മെൻറ്റാലിറ്റി എങ്ങനെയായിരിക്കണം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ടൈം ടേബിൾ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഐ വിൽ ബി ഡൂയിങ് എ ലൈവ് ടുമോറോ ഈവനിങ്. നാളെ രാത്രി ഒരു ലൈവ് സെഷൻ, ദാറ്റ് വിൽ ബി ലൈക്ക് 1 hour. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം, എന്തെല്ലാം കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ആ ഒരു 100 days പ്ലാൻ എന്നുള്ള ഒരു ലൈവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കം ടു ദാറ്റ് ലൈവ്. നമുക്ക് ആ ലൈവിൽ എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരാം, ഉറപ്പിച്ച് പറഞ്ഞു തരാം. 100 days ഇഫ് യു ആർ റെഡി ടു വർക്ക്, നമ്മളെ സ്വപ്നം കാണുന്ന, നമ്മുടെ പേരൻസിനെ പ്രൗഡാക്കുന്ന, നമ്മളെ തന്നെ പ്രൗഡാക്കുന്ന ആ ഒരു കരിയറിലേക്ക് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ 100 days ഈസ് മോർ ദാൻ എനഫ് എന്നുള്ളതാണ്. ആൻഡ് വീഡിയോ തീരുന്നതിന് മുന്നേ ഒരു അനൗൺസ്മെൻറ്റ് ഡോപ്പയുടെ ഭാഗത്ത് ഞാൻ ചെയ്തു തരാം. നമ്മൾ ഡോപ്പയുടെ ലാസ്റ്റിലൊരു മിഡ് ടേം റിവിഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ലാസ്റ്റിലെ 100 daysലേക്ക് വി ഹാവ് ഓപ്പൺഡ് എ ഹോസ്റ്റൽ. ആ ഹോസ്റ്റലിൽ 30 സീറ്റ് കൂടി ബാക്കിയുണ്ട് എന്നുള്ള കാര്യം പറയാണ്. കോട്ടക്കലാണ് ഹോസ്റ്റൽ ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇൻറ്റൻസീവ് ആയിട്ടൊരു ഹോസ്റ്റൽ ബേസ് ചെയ്തിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൾ us, യു ക്യാൻ ജോയിൻ ദ ഹോസ്റ്റൽ ദെയർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഈ വീഡിയോയിൽ. ആൻഡ് നാളത്തെ ലൈവിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സി യു ഇൻ ലൈവ്. ബൈ.